എനിക്ക് മാത്രം എന്താണിങ്ങനെ എപ്പോഴും സങ്കടങ്ങൾ മാത്രം ഉണ്ടാവുന്നത് എന്ന് നീ നമ്മോട് ചോദിക്കാറില്ലേ? എന്റെ കണ്ണുനീരും പ്രാർത്ഥനയും എന്തുകൊണ്ടാണ് കേൾക്കാതിരിക്കുന്നത്? ഞാനൊരു ഭാഗ്യദോഷിയാണോ ദൈവമേ എന്ന് നീ വിലപിക്കാറില്ലേ? അരുത്, ഇനി അങ്ങനെ സ്വയം നിന്ദയോടെ സംസാരിക്കരുത്. നിന്റെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവിലെ ചൈതന്യത്തിന് മങ്ങലേൽക്കും. ആത്മചൈതന്യം കുറയുമ്പോൾ അപഹർഷതാബോധം നിന്നെ വേട്ടയാടുവാൻ തുടങ്ങും. ആത്മവിശ്വാസം നഷ്ടപ്പെടും. അത് അപകടമാണ്. മാനസിക സമ്മർദ്ദവും ഉത്സാഹമില്ലായ്മയും പരാജയഭീതിയും വിഷാദ ജീവിതവും നിന്നിൽ നിറയാൻ അത് കാരണമാകും. സന്തോഷവും സമാധാന അന്തരീക്ഷവും ആഗ്രഹിക്കുന്ന സഹജീവികൾ പോലും നീ പോലും അറിയാതെ നിന്നിൽ നിന്ന് അകലാൻ തുടങ്ങും. അതിനാൽ നമ്മുടെ വാക്കുകൾ കേൾക്കൂ. നിന്റെ ആത്മാവിനെ നീ സന്തോഷത്തിലാണെന്ന് നിരന്തരം ബോധ്യപ്പെടുത്തുക. നിന്റെ സന്തോഷങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുക. നിന്റെ ആത്മാവിൽ നമുക്ക് വസിക്കുവാൻ തക്ക അന്തരീക്ഷം ഒരുക്കി വയ്ക്കുക. നിന്റെ അനുഗ്രഹങ്ങളുടെ തുടക്കം അതാണ്.